വ്യത്യസ്ത രുചികൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിനയില നല്ല പോലെ ഒന്ന് അരച്ചെടുത്തോട്ടെ. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് മുഴുവൻ മല്ലി, പിന്നെ പെരിഞ്ജീരകം, ചെറിയ ജീരകം, കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പട്ട, അതുപോലെ തന്നെ കാഷ്യൂനട്ട്, പിന്നെ സ്റ്റാർ ആനീസ്, ജാതിപത്രി, ഗ്രാമ്പു, ഏലക്കായ, ബേ ലീഫ്, ഇതൊക്കെ നന്നായിട്ടൊന്ന് എടുത്തോട്ടെ. ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും നെയ്യും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വളരെ നൈസായി അരിഞ്ഞ ഒരു സവാള ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ വഴറ്റി പച്ചമുളകൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഒരു തക്കാളി അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും അതിനെ നന്നായിട്ട് വഴറ്റുക. ഇനി ഇതേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നേരത്തെ പൊടിച്ച ഗരം മസാല ഇല്ലേ അതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും അതുപോലെ തന്നെ തൈരും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നന്നായി വെന്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ചിട്ടുള്ള ചൂടുവെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കൈമ റൈസ് ചേർത്തിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വേവിച്ചെടുത്താൽ നല്ല തലപ്പാക്കട്ടി ബിരിയാണി റെഡി.